ഹായ് മക്കളെ, CBSE ചാപ്റ്റർ 1 കെമിസ്ട്രിയിലെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. MnO2 + 4HCl gives MnCl2 + 2H2O + Cl2. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കാം. ലൈക്ക് ഓക്സിഡൈസ്, റെഡ്യൂസ്ഡ്, MnO2 is oxidized, HCl is reduced. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. അപ്പം അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഇൻ ദ ഫോളോയിങ്. ഈ ഒരു റിയാക്ഷനിലെ ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ അതേടാ ഞാൻ ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ MnO2 എന്ന് പറയുന്ന ആള് ഓൾറെഡി എന്താ നമുക്ക് Cl2 ആയിട്ടാണ് MnCl2 ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് അവിടെ റിഡക്ഷൻ ആണ്. HCl ആണെങ്കിൽ അവിടെ H2O ആയിട്ട് മാറും. സോ അവിടെ Cl പോയിട്ട് പകരം ഓക്സിജൻ ആഡപ്പ് ചെയ്ത് വന്നു. അതുകൊണ്ട് അത് ഓക്സിഡേഷൻ ആയി. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ്. ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. MnO2 is oxidized and HCl is reduced എന്നാ പറയാം. പക്ഷെ ഇവിടെ എന്താ MnO2 ആക്ച്വലി എന്താ പോകുന്നത്, റിഡക്ഷനാണ് പോകുന്നത്. അപ്പോൾ അത് പറയാനായിട്ട് പറ്റില്ല. സോ ദ ഓപ്ഷൻ 1 ഈസ് റോങ്. ഇനി HCl is reduced എന്നാണ്, പക്ഷേ HCl is oxidized ആണ് ഇവിടെ ആക്ച്വലി. അപ്പോൾ അതും റോങ് ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ MnO2 is oxidized എന്നാ, അതും എന്താ റോങ് ആ, കാരണം ഇവിടെ റിഡക്ഷനാണ്. ഇനി ലാസ്റ്റ് ഒന്ന് നോക്കിയടാ, MnO2 is reduced എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, റിഡക്ഷനാണ് പോകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് MnO2 is reduced എന്ന് പറയാം. ആൻഡ് HCl എന്താ ഓക്സിഡൈസ്ഡ് ആവുകയാണ്. HCl is oxidized. സോ ദി ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ഡി. അതായിരിക്കുള്ളൂ കറക്റ്റ്. ഈവൻ ദോ ഇത് ഇത്തിരി ലെങ്തി ആണെങ്കിലും 1 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചതെങ്കിലും ഇത്രയും കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ നോക്കുക. സോ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. റിഡോക്സ് റിയാക്ഷൻ ബേസ് ചെയ്ത് ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അടിച്ച് പൊളിച്ച് എന്തായാലും എഴുതാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.